ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ എന്തായാലും നമ്മൾ നോമ്പ് തന്നെയല്ല, അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇഞ്ചിൻ്റെ ആവശ്യമില്ല, ഇത് മാത്രം മതി. പിന്നെ അത് ഇത്തിരി മൂത്ത് വന്നതിന് ശേഷം ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്കുള്ള ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് വാട്ടി കൊടുക്കുക. ചെറുതായിട്ട് ഉപ്പ് ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം ഒരു 3 പച്ചമുളകും കൂടെ ഇട്ട് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ 2 ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 2 ഇട്ട് കൊടുത്തിട്ട് ഒന്നും കുറച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു മീഡിയം സൈസ് വലുതാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ബാക്കി ഒരു കൈപ്പിടിയോളം മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പം വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത്. മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് പച്ചപ്പാലിന് ഒഴിച്ച് കൊടുത്താൽ മതി. തിളപ്പിച്ച പാലൊന്നുമല്ല, പച്ചപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് അതൊന്ന് മൂത്ത് വരുന്നത് വരെ കാത്തിരിക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് ചെറിയ ചിക്കൻ ഒരു 3-4 എത്ര ഗ്രാമൊന്നും പറയാറില്ല, ഒരു 4-5 പീസ് എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ആവശ്യത്തിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുത്താലും സാരമില്ല. അങ്ങനെ ഞാൻ ആ ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ വെന്ത് വരുമ്പോൾ നമുക്കിത് നല്ലൊരു ക്രീമി ആയിട്ട് വരും. ഇപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് അപ്പോൾ ഇത് വെന്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മാവ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വെക്കുക. അതിനുശേഷം 2 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുത്തിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് തീ ചെറുതാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്ത് പോകും. അതിനൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിന്. അത് ആറിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് ആറിയതിന് ശേഷം ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഞാൻ മുന്നേ പൊടിച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിനെല്ലാം നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഓരോരോ ഉരുളയാക്കിയിട്ട് എടുത്തിട്ട് ഇത് ഞാൻ മുന്നേ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ടാണ് ഇങ്ങനെ പരത്തി കൊടുക്കുന്നത്. അതാകുമ്പോൾ നല്ല ഇതം കിട്ടും. അങ്ങനെ കുറച്ച് പൊടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇത് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ വട്ടമാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഓരോ സ്പൂൺ ഈ വൈറ്റ് സോസ് ചിക്കൻ മിക്സ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഇതേപോലെ തന്നെ അങ്ങോട്ട് മടക്കി കൊടുത്തതിന് ശേഷം ആ സൈഡ് അരുവെല്ലാം ഒന്ന് വൃത്തിയാക്കി കോണി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിത് മുക്കിയെടുക്കാനുള്ള മുട്ടൻ്റെ ഇത് നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഇതിനും കൂടെ ഉപ്പ് ഉണ്ടായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മുട്ട ഒന്ന് കലക്കിയെടുക്കാം. അതിന് ശേഷം മുട്ടയും കൂടെ കലക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ സാധനങ്ങളെല്ലാം അപ്പോൾ റെഡിയായി. അപ്പോൾ ഇത് 4 മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ 2-3 ആക്കിയിട്ട് ഇങ്ങനെ ബ്രെഡ് ക്രംസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഓരോന്നായിട്ട് ഇങ്ങനെ പൊടി അതിലേക്ക് ബ്രെഡ് ക്രംസ് മുക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഓയിൽ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നും എടുത്തിട്ട് ഓയിലിലേക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക. നല്ല അടിപൊളി സ്നാക്സാണ് ഈ വൈറ്റ് സോസ് ഉള്ളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിത് ഈ ഒരു ഗോൾഡൻ കളർ കിട്ടുന്നത് വരെ നമുക്ക് ഇതിനൊന്ന് പൊരിച്ചെടുക്കണം. 2ാമത്തെ സ്റ്റെപ്പ് ഞാൻ ഇതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളൊന്ന് പൊളിച്ചിട്ടും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇതേപോലെയാണ് ഇതിൻ്റെ ഉള്ളിരിക്കൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.